മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറായി പ്രേക്ഷകർ അംഗീകരിച്ച താരമാണ് മഞ്ജു വാര്യർ. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വെള്ളിത്തിരയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത്. സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും വിഷമങ്ങളും നേരിട്ട ശേഷം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നെഴുന്നേൽക്കുകയായിരുന്നു താരം. മടങ്ങിവരവിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തിളങ്ങാൻ മഞ്ജുവിന് കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലും സജീവമായി നിൽക്കുന്ന താരം ഇന്ന് പ്രസന്നമായിട്ടാണ് പൊതുവേദികളിലും ചിത്രങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ളത്. മനസ്സ് തുറന്നുള്ള ചിരിയാണ് താരത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഫാഷനിലും ഔട്ട്ഫിറ്റിലുമൊക്കെ മഞ്ജു വളരെ അപ്ഡേറ്റുമാണ്. ഇന്നും കൗമാരക്കാരിയുടെ സൗന്ദര്യമാണ് താരത്തിനുള്ളത്. താരം പങ്കിടുന്ന പോസ്റ്ററുകൾക്കും ചിത്രങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് കിട്ടാറുള്ളത്. ഇപ്പോഴത്തെ കാഷ്വൽ ഔട്ട്ഫിറ്റിൽ മഞ്ജു പങ്കിട്ട ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ കാഷ്വലായ ഒരു ദിവസം വെറുതെ ഇരുന്ന് റിലാക്സ് ചെയ്യുന്ന ചിത്രങ്ങളാണ് മഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ കാര്യം വിശ്രമിക്കുക എന്നതാണ് എന്ന ക്യാപ്ഷൻ നൽകിയിരിക്കുകയാണ് താരം ചിത്രം പങ്കിട്ടിരിക്കുന്നത്. ഫ്ലോറൽ പ്രിന്റ് ഷർട്ടും കാഷ്വൽ പാൻറ്റും ധരിച്ചാണ് താരം ചിത്രങ്ങളിൽ കോഫി മഗ്ഗുമായി നിറച്ചിരിയോടെ സംഭാഷണത്തിൽ ശ്രദ്ധിക്കുന്ന മഞ്ജുവിനെ കാണാം. ആരോട് സംസാരിക്കുന്നത് എങ്ങനെ ചിത്രത്തിൽ ഇല്ല. അതോ ഇനി ഫോട്ടോഷൂട്ടിന് വേണ്ടി അങ്ങനെ പോസ്റ്റ് ചെയ്തതാണ് എന്നും അറിയില്ല. എന്തായാലും വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖമായി ആസ്വദിച്ചാണ് മഞ്ജു സംസാരിക്കുന്നതെന്ന് ചിത്രത്തിൽ നിന്ന് വ്യക്തമാക്കുക. വിശ്രമിക്കുക, ശാന്തനാകുക, കോഫി കൗച്ച് എന്നിങ്ങനെ ഹാഷ്ടാഗുകളും താരം നൽകിയിട്ടുണ്ട്. ചിത്രങ്ങൾക്ക് താഴെ ആരാധകർ കമൻറ്റും കുറയ്ക്കുന്നുണ്ട്. വെറുതെ കാഷ്വലായിരിക്കുന്ന ഈ ചിത്രങ്ങൾക്ക് എന്ത് ഭംഗിയാണ്. 46 വയസ്സായി മഞ്ജുവിനെ ഇന്ന് ചിത്രങ്ങൾ കണ്ടാൽ തോന്നില്ല. 25-കാരിയായ ഒരു മകളുടെ അമ്മയാണെന്ന് ഒട്ടും മാറിയില്ല എന്നതടക്കമുള്ളതാണ് കമൻറ്റുകൾ. പ്രായം തന്നെ സംബന്ധിച്ച ഒരു വിഷയമേ അല്ല. അതിൽ താൻ ഭയപ്പെടുകയും ചെയ്യുന്നില്ല എന്നാണ് മഞ്ജു വാര്യർ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത്. ഓരോ വയസ്സ് കഴിയുമ്പോഴും കൂടുതൽ എക്സൈറ്റഡ് ആണ് ഞാൻ. അത് 50 വേണ്ടി കാത്തിരിക്കുകയാണെന്നും താരം പറഞ്ഞിട്ടുണ്ട്.